ഐ വെരി ഹാപ്പി. അപ്പോൾ അന്ന് ഈദ് ഷോപ്പിംഗ് പകുതി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കൊക്കെ ഡ്രസ്സ് കിട്ടില്ല കേസ് അന്ന്. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ആക്ച്വലി വൈകിനും എപ്പോഴും കിട്ടിയല്ലേ, ബേബി ഒറ്റ പോയി പർച്ചേസ് ചെയ്ത് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തായാലും ഞാൻ വേറെ ബ്ലോഗിൽ കാണിച്ചു തരാം, എപ്പോഴും ജാഗ്രതൊക്കെ. അപ്പോൾ എനിക്ക് ഒറ്റക്കാണ് കിട്ടാത്തത്. നീ അങ്ങനെ സങ്കടപ്പെടാൻ വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാണണമെങ്കിൽ എടുത്തോളാം. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറന്നിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോണേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് പുറത്ത് അടിപൊളി. പക്ഷെ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ട്. ഇവിടെ സ്നാക്സ് ഒക്കെ തീർന്നു പോയി. കുറച്ച് സ്നാക്സ് ഉള്ളൂ, 2-3 ഉള്ളതൊക്കെ വെച്ച് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വലിയ വിശപ്പൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അത് കഴിച്ച് വേണം ഫുഡ് കഴിക്കാമല്ലോ അല്ലേ? പിന്നല്ല, അപ്പൊ തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാൻ ഞാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കുറുമ്പനുണ്ടല്ലേ, മൊത്തം ഓടി നടക്കല. ഗ്ലാസ് എറിഞ്ഞ് കളിക്കല പരിപാടി. അങ്ങനെ അങ്ങനെ എറിയല്ലേ എന്നെ കൊടുക്കല്ലേ. അവിടെ ഓടി നടക്കാനായിരുന്നു. ലാസ്റ്റ് ഞാനൊരു ദയനീയ അവസ്ഥയിൽ അവരോട് ചോദിച്ചു, അപ്പോൾ ഗെയിം അത് പിന്നെ ഒരു 6 മണിക്കൂറിട്ട് ക്ലീൻ ചെയ്ത് തേപ്പിച്ച് എന്നിട്ട് അവരതിൽ ഇരുത്തി കാണാൻ ടൈമായി വരുന്നുണ്ട്. അവര് സെറ്റ് ചെയ്യുമ്പോ തന്നെ. ശരാജ് താഴത്തിടരുതേ. ഗുഡ് ബോയ്. ഗ്ലാസ് വെച്ചിട്ട് കളിക്കും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മറ്റേ പാപ്പ തിന്നാൻ കൈകൊട്ട് പറയണത്. അല്ല പറഞ്ഞു തുടങ്ങോട്ട്. അപ്പഴും ചെറുപ്പത്തിൽ എന്താ വിളിച്ചിരുന്നു? കുണുമാവെന്നല്ലേ? സോനുവിനൊക്കെ എന്താ വിളിച്ചിട്ടുണ്ടോ? കുണുമാവ്. സോനുവിനൊക്കെ എന്താ വിളിച്ച? അല്ല അപ്പം ശുണ്ട്രിന്നൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലോ? ശുണ്ട്രിന്ന് അപ്പനൊരു ഷയ്യപ്പനാണ്. കഴിഞ്ഞ ബർത്ത്ഡേ എനിക്കൊരു ഉമ്മ തന്നത് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനങ്ങനെ അല്ല, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പന്റെ അതേ സ്വഭാവം തന്നെ എനിക്കും കിട്ടിയതാണ്. സുനുവിന്റെ എന്റെ സ്വഭാവം തന്നെ സുനുവിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി ഞാനും സുനു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിലൊക്കെ നമ്മള് ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറയണ്ട. എക്സൈറ്റ്മെന്റ് ആവട്ടെ, ലവ് ആയിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ. അപ്പനും ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ നാണം. ചിരിക്കോ പറയണ്ട, എന്റെ പത്തരട്ട് എക്സൈറ്റ്മെന്റ് അത്രേ ഉള്ളൂ. താഴത്തിട്ട് ഞാൻ അതിന്റെ ബില്ല് വേണ്ട ഒരു നോക്കാറ്. കുറെ നേരം താഴത്തിട്ട് കളിച്ചോണ്ടിരിക്കണേ. അതൊന്നും പൊക്കണ്ട. സൈക്കിളെടുത്ത് അങ്ങനെ ചവിട്ടാനായിരുന്നൂടെ, എന്തൊരു വീലിംഗ് ചെയ്യാൻ നോക്കും വീട്ടില്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെറുപ്പത്തില്. നിങ്ങാന്ന് തോന്നുന്നു. ഞാനല്ലേ സൈക്കിൾ കണ്ടിട്ടോലുമില്ല ചെറുപ്പത്തില്. എന്നിട്ട് സൈക്കിള് വീലും ചെയ്യാം. ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ബാങ്ക് കൊടുത്തിട്ടാ അതാ വെച്ചു. അല്ല അത് കുഴപ്പമില്ല. ആ കഴിച്ചു എനിക്ക് ഒരു മിനിറ്റ് 38 പറയണ്ട. 38 ഇവിടെ ഉറപ്പാ? ഓക്കെ നമുക്ക് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം.
ആ ഓക്കെ ഓക്കെ. നോമ്പറക്കാനുള്ള ടൈമായി. എല്ലാവരും നോമ്പറന്നു. ഇവൻ തല്ലിപ്പൊളിച്ച് ഇവൻ എന്താണെന്തോ. ആ എന്താണ് ബയ്യാൻ നോക്കിയാ ആ ഡ്രസ്സിലാവും കുറച്ച്. എന്നാ ബ്രോ കടിച്ചു വയ്ക്കാം. നോമ്പറക്കും ബ്രോ. അവനെന്താ നോക്കിക്കൊണ്ട് ആയി മോന്ത വയ്ക്ക. ഇഷ്ടേ ആ ഡ്രസ്സൊക്കെ ചീത്താവും ഇപ്പൊ മിക്കവാറും. ഫസ്റ്റ് ടൈം ഞാൻ വാട്ടർമെലണിൽ ഒരു പൈനാപ്പിളിന്റെ ടേസ്റ്റ് കണ്ടു. അത് പൈനാപ്പിളിന് മുട്ടിക്കൊണ്ടിട്ടായിരിക്കുന്നത്. പൈനാപ്പിൾ കട്ട് ചെയ്ത് അതേ കത്തി കൊണ്ടിട്ട് എന്നാലും ഒരു ഡിഫറെന്റ് നോമ്പ് തുടങ്ങി. ഇവിടെ ഓരോരോ ഐറ്റം ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പം പൈനാപ്പിള് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തും. പൈനാപ്പിള് അപ്പനങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹം. എന്താ വെച്ചാൽ ഇത് കുടിച്ചാൽ പെട്ടെന്ന് ദഹനം ഉണ്ടാവുന്ന അപ്പം വേണം. ഇപ്പൊ കഴിക്കുമല്ലോ ഫുഡൊക്കെ, അതൊക്കെ ദഹിക്കാനാണെന്ന് പറഞ്ഞു. നേരത്തെ കല്യാണ വിഷയങ്ങളിലാണ് എല്ലാം കഴിഞ്ഞ് കൊടലൂര് ബീഫ് മട്ടൻ ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം പൈനാപ്പിൾ ലാസ്റ്റ് ഉണ്ടോ ഓർമ്മയുണ്ടോ? പണ്ട് നമ്മളെ വീട്ടിലും വെക്കും. നമ്മുടെ വീട്ടിലൊക്കെ വെക്കും അങ്ങനെ. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ സ്ലൈസ് പീസ് ആക്കിട്ട് നോക്ലാച്ച. എബ്രാൻ എടുത്തെടുത്ത സമൂസ കഴിച്ചോ? രണ്ടെണ്ണ അത് വന്നതും അറിയാം, ഞാനും സുനകായിട്ട് എടുത്തതും അറിയാം. അതാണ് ഉന്നക്ക 2 എണ്ണം ഉണ്ടാവും. കൊള്ളാം, ഇങ്ങനെ കഴിപ്പിച്ചിട്ട് എനിക്ക് ബോധ്യാവും. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വെറുതെ തീർന്നു പോയി. കൊള്ളാം. സമൂസ കണ്ട സമൂസ എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് പിന്നെ ഞാൻ മറ്റേ അച്ഛനെന്ന് പറയുന്ന നല്ല ടേസ്റ്റ് എന്ന് പറയത്തില്ല, അതൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളി കൊള്ളാം. അവിടെ ഒരെണ്ണം കൊണ്ടിരിക്കും. അവന് സമൂസ കൊടുക്കാൻ വേണ്ടി സമൂസ ഞാൻ തരാം, ഉമ്മി തരാം. എങ്ങനെയാണപ്പാ? അത് മുരുമരിപ്പില്ല. ഇവളെപ്പോലെ തന്നെ സമൂസ ഫാനൊന്നും. സുനി എന്ത് കഴിക്കുന്നത്? അത് ഇതാ സമൂസ സമൂസ സ്ക്വയറാക്കിയത്. സ്ക്വയറൊന്നും അടിച്ചു നോക്കട്ടെ. ഇത് മറ്റേ സിനാജിന് ഇഷ്ടപ്പെടാത്ത മസാല അന്ന് പറഞ്ഞില്ലേ, വൈറ്റ് മസാല. ഈ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഇത് പച്ചപ്പത്തിരല്ലേ? മസാല പോലത്തെ സാധനം. ഈ വൈറ്റ് മസാല ബോക്സില, ചിക്കൻ ബോക്സ്. ഈ ഉത്സവത്തിന് കിട്ടുന്ന ഈന്തപ്പഴങ്ങളൊക്കെ ഉണ്ട് ഈ സാധനം കഴിച്ചിട്ടല്ലേ? പള്ളിപ്പെരുന്നാളിന് പൊരിയും മലയറിന്റെ ഇടക്ക് കയറി ഇരിക്കത്തില്ലേ? നാലെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി.
സങ്കടം നിൽക്കുന്ന മനസ്സിൽ. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. കഥ പറയാൻ തുടങ്ങിയാലോ എന്തായാലും വ്ലോഗ് എടുക്കാത്ത സ്ഥിതിക്ക് അതായത് ആക്ച്വലി എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഫുൾ പറയാം. എല്ലാം കൂടെ എന്റെ തലയിൽ വെച്ച് നൈസായിട്ട്. അതായത് അതിനു മുമ്പ് പറയാം ഉറങ്ങട്ടെ എന്താ പറയണായിരുന്നു. 1 മണി നൈറ്റ് വൈൻഡപ്പ് എടുക്കണം. 1 മണിയായി വൈൻഡപ്പ്. കാരണം എന്താ വെച്ചാൽ നമ്മള് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മള് ഫുഡൊന്നും കഴിച്ചില്ല. അതായത് നമ്മള് നോമ്പ് തുറ വിഭവങ്ങളുണ്ടല്ലോ, ഈ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അപ്പൊ തന്നെ എല്ലാവർക്കും ഫില്ലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. അപ്പൊ അതിന് മുമ്പ് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നതാണ്. എനിക്കും 1-2 ഷർട്ടൊക്കെ എടുത്തിട്ട് വന്നതാണ്. പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് ക്യാമറ എടുക്കാൻ, അതായത് മൊബൈൽ എടുക്കാൻ പോലും നേരം ഉണ്ടാകുന്നില്ല. ഫുള്ള് ബിസി ആയി പോയി. കാരണം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡ്രസ്സ് എടുക്കണതിലൊന്നും കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ എബ്രുവിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ടാസ്ക് ഈസ് എബ്രു. മാഷാഅല്ലാഹ് അവൻ അങ്ങനെ കളിച്ച് നടന്നോട്ടെ. വി ആർ ഹാപ്പി ഫോർ ദാറ്റ്. വീട്ടില് അവനാണ് ഇപ്പൊ ഒരു എന്റർടൈനർ നമ്മള്. പക്ഷെ പുറത്തു പോകുമ്പോ അവനിങ്ങനെ എന്താ നടക്കാൻ തുടങ്ങി. ഈ നടക്കാൻ തുടങ്ങിയതിന് ശേഷം അവര് പിന്നെ നടക്കണതാണ് ഇഷ്ടം. എന്തായാലും നടക്കും വീഴും നടക്കും വീഴും. അവനിങ്ങനെ നമ്മള് ഷോപ്പിങ്ങിന് പോണ അടുത്തൊക്കെ ഇങ്ങനെ അവനെ തൊടാൻ പോലെ അവനിങ്ങനെ ഫ്രീ ആക്കി വിടണം. അതെ ശരിക്കും അവൻ നടക്കണല്ല, ഓടെന്ന് പറയാൻ പറ്റും. നടപ്പല്ല അവന്റെ ഓട്ടം. അപ്പൊ അവനെ മാനേജ് ചെയ്യല് ഇതെല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് വ്ലോഗ് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നെ 2 ദിവസമായിട്ട് നമ്മളിപ്പോ രാവിലെയാണ് വ്ലോഗ് പബ്ലിഷ് ചെയ്യണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാകെ ടയർഡായി. അറിയാലോ, ഈ നമ്മൾ ഈ പറയണ പോലെ ഈസി അല്ല വ്ലോഗ് ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞത്. അതിൻ്റെതായ എഫേർട്ടും കാര്യങ്ങളും. അതിനുവേണ്ടി ഒരാള് ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും മെനക്കെട്ട് നിൽക്കേണ്ടി വരും. പിന്നെ എഡിറ്റ് ചെയ്യണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കണം. ഞാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ റെസ്റ്റ് ഇല്ല. ഞാൻ എല്ലാത്തിനും ഓട്ടമാണ്. അതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പിലാണ് ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നത്. ഇതുണ്ടല്ലേ താടി മൂടി മട്ടാൻ തന്നെ എനിക്ക് വലിയ നേരം കിട്ടില്ല. അല്ല ഞാൻ പറയാം എന്റെ കോല ഞാനിങ്ങനെ സെൽഫി അടിക്ക് ക്യാമറ കാണുമ്പോഴത്തേക്കാണ് എന്റെ കോല എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇൻഷാല്ലാ. അപ്പൊ അതെ അതെ മിക്കവാറും നാളെ പോലെ നമ്മള് വീട്ടിലെ വ്ളോഗ് തന്നെ ആയിരിക്കും അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ അതെ അതെ. അപ്പൊ അത്യാവശ്യം ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെന്താ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇന്നെന്താ ആക്ച്വലി കോഇൻസിഡന്റ് ആയിട്ട് നമ്മളെല്ലാരും സെയിം കളർ ഡ്രസ് ആയി. ഏതാന്ന് ഞാൻ പറയല്ല. ആക്ച്വലി ഇന്ന് ബേബി പറഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തത് കാണിക്കാന്ന് പറഞ്ഞു. നിങ്ങളില്ലല്ലേ ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കുന്ന. ഞാൻ പറഞ്ഞു അങ്ങനെ കാണിക്കുമ്പോ പെരുന്നാളിടുമ്പോ ആ ഒരു സുഖം ഉണ്ടാവൂല്ലോ, ഒട്ടടിക്ക് നീ കണ്ട് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ബേബി, സപ്പോസ് ഞാൻ കാണിക്കണമെങ്കിൽ വേറെ ഒരു വ്ളോഗ് ചെയ്യാൻ തന്നെ ഉള്ളതുണ്ട് എല്ലാവരും കോസ്റ്റ്യൂമായിട്ട്. അപ്പോൾ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ വീഡിയോസ് ഇങ്ങനെ പോട്ടെ. ഇൻഷാല്ലാ നാളെ മുതൽ എന്തായാലും നമ്മൾ വീട്ടിലായിരിക്കും. നിങ്ങൾ മുമ്പ് കണ്ട പോലെ തന്നെ. ഈ 2-3 ദിവസമായിട്ട് ആക്ച്വലി ശരിക്കും ബിസി ആയി പോയി. പുറത്തു പോകാന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് നാളെ ചിലപ്പോ അല്ല ഉണ്ടാവും. അയ്യോ പക്ഷെ ഈ ഒരു 2 ദിവസമൊക്കെ ഇങ്ങനെ പുറത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. ആക്ച്വലി കുറച്ച് റെസ്റ്റും കിട്ടിയ പോലെ ഉണ്ട്. ബിക്കോസ് ഫുൾ ടൈം കിച്ചണിലായിരുന്നു ഒരു കണ്ടിന്യൂസ് ഡേയ്സ്. സോ അടിപൊളിയായിരുന്നു. അപ്പോൾ ആക്ച്വലി എന്നും സോനുവിൻ്റെ ഒരു സെയിം കൈൻഡ് ഓഫ് ഡ്രസ് ആൻഡ് ഡിഫറെന്റ് പാറ്റേൺ അല്ലേ? ഒരു കോമ്പിനേഷൻ സെയിം ആണ്. കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഓക്കെ സെയിം ആണ്, വേറെ ഒരു സ്റ്റൈൽ. നമ്മൾ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കണം ഇതിന്. ഇതെപ്പോ അറിഞ്ഞൂടെ ഗൈസ്? 9 ആണോ 10 ആണോ? നമ്മ റെഡി ആവുമ്പോ തന്നെ അസറാവല്ലേ. അപ്പോൾ ഇന്നത്തെ നോമ്പുറൊക്കെ കഴിഞ്ഞ് ഫുഡ് നമ്മൾ ആക്ച്വലി എവിടെ കഴിച്ചിരുന്നു? നമ്മൾ ഷോപ്പിംഗ് പോയി വരുമ്പോൾ തന്നെ ടയർഡായി. ടബിടവേന്നെല്ലാം എടുത്ത് വന്ന് ഓൺ ദ വേ കഴിക്കാൻ ആർക്കും മൂടുണ്ടായിരുന്നില്ല. സോ വീട്ടിൽ വന്ന് എനിക്കാണെങ്കിൽ ഇന്ന് നോമ്പ് തുറന്നത് സാറ്റിസ്ഫാക്ഷൻ അല്ലായിരുന്നു ആക്ച്വലി. ബിക്കോസ് എനിക്ക് കടികളൊക്കെ വേണം. അവിടെ ആണെങ്കിൽ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഫുഡ് ഓർഡർ എനിക്ക് സാധനങ്ങൾ കാണണം നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ കടികളൊക്കെ അത് നല്ല ഹാപ്പി ആവുള്ളൂ.
അതുകൊണ്ട് ഞാൻ അന്ന് ഇനി ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും പൊരിക്കടയിൽ കൊണ്ടു നിർത്തുന്നില്ല വല്ല ബേക്കറിയിലാണ്. എനിക്ക് നല്ല സന്തോഷമാവും അങ്ങനെ ഒരു കടയൊക്കെ കാണാൻ. അപ്പൊ അവരും പറഞ്ഞു നേരത്തെ പറയണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. വീട്ടിലെ ഇറങ്ങിയത് 6 സംതിങ് നമ്മുടെ അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ടാവും. പോയി കഴിച്ചു. എന്നെ കാണാൻ സീവിഡ് ഷീറ്റിനെ പോലെ തണുത്തിട്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ കൊടുക്കാം. വിശേഷം അതൊക്കെയാണ്. മാഷാഅല്ലാ എല്ലാവർക്കും ഡ്രസ്സൊക്കെ. ക്വസ്റ്റ്യൻ എന്താ? അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ചോദിക്ക്. എന്ത് സ്നാക്ക് ആയിരുന്നു എടുത്തതിൽ വെച്ച് ഏറ്റവും കുറവുണ്ടായിരുന്നത്? ബേബിക്ക് തന്നെ അറിഞ്ഞൂടോ? എനിക്കറിയാം. അറിയാം. എല്ലാവർക്കും അറിയാം. അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ വിന്നേഴ്സ് ഡു മെയിൽ മീ വിത്ത് യുവർ നെയിം, ഫുൾ അഡ്രസ്, ഫോൺ നമ്പർ, പിൻ കോഡ്, സൈസ് ആൻഡ് യുവർ ഏജ്. റൈറ്റ്? യെസ്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ആൻസർ ചെയ്യും നന്നായിട്ട്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്. അപ്പോൾ നമുക്കിനി നാളെ മുതൽ കിച്ചണിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മളും ഇനി ഓർക്കണം. സോ യാ, അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ബൈ ബൈ.